ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 23-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരാൻ പോകുന്ന PSC ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടാലന്റിന്റെ റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മുൻവർഷ ചോദ്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ റാങ്ക് ഫയലാണ്. മുൻവർഷ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് കരസ്ഥമാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആരെന്നാണ്. അപ്പോഴൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. KM ചന്ദ്രശേഖർ ആണ്. ആരാണ്? KM ചന്ദ്രശേഖർ ആണ് എന്താണ് ഈ ഒരു അപ്പോയിന്റ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. എന്താണ്? ഉപാധ്യക്ഷനായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത് 2026 ജൂലൈയിലാണെന്ന് നമ്മൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? KM ചന്ദ്രശേഖർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ്. എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനാണെന്നാണ് നിലവിലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഉപാധ്യക്ഷൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു, KM ചന്ദ്രശേഖർ ആണ്. ഇതിനു മുമ്പും ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ അടുത്തിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരെ കുറിച്ചാണ്? KM ചന്ദ്രശേഖർ. അപ്പോൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതായത് ധവളപത്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? അതും ആര് തന്നെയാണ്? KM ചന്ദ്രശേഖർ തന്നെയായിരുന്നു. ഇനി നമ്മുടെ 2011-2016 സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തും നമ്മുടെ ഈ ഒരു കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആര് തന്നെയായിരുന്നു? KM ചന്ദ്രശേഖർ ആയിരുന്നു കേട്ടോ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? KM ചന്ദ്രശേഖർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 2026 ജൂലൈയിലാണ് പുതിയ അപ്പോയിന്റ്മെന്റ് ആയിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് നിയമിതനായിരിക്കുകയാണ്. ഇനി അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? VD സതീശനാണ്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. പുതിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. കനിഷ്ക നാരായൺ ആണ്. ആരാണ്? കനിഷ്ക നാരായൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത്. എന്താണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ബ്രിട്ടീഷ് മന്ത്രിസഭ, പുതിയതായിട്ടൊരു മന്ത്രിസഭ രൂപീകരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ UK അല്ലെങ്കിൽ ബ്രിട്ടനിന്റെ പുതിയ ഈ ഒരു മന്ത്രിസഭയിൽ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരാണ്? ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ആൻഡി ബേൺഹം ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക. ആൻഡി ബേൺഹം ആയിരുന്നു. അപ്പോൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു പുതിയ മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് AI മന്ത്രിയായിട്ട് നിയമിതനായിരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ്. അത് ആരാണെന്ന് നമ്മൾ നോക്കിയത് എന്താണ്? കനിഷ്ക നാരായൺ ആണ് എന്താണ് ഈ ഒരു മന്ത്രിയായിട്ട് ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. UK ആദ്യത്തെ AI മിനിസ്റ്റർ കൂടിയാണ്. എന്താണ്? UK ആദ്യത്തെ AI മന്ത്രി കൂടിയാണ് കനിഷ്ക എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഒരു ഇന്ത്യൻ വംശജനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. കനിഷ്ക നാരായൺ എന്താണ് ഇന്ത്യൻ വംശജനാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ വേരുകൾ എവിടെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബീഹാറിലെ മുസാഫർപൂരിലാണ്. എന്താണ് ബീഹാറിലെ മുസാഫർപൂരിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം എന്താണ് UK-യിലേക്ക് എന്താണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം എന്താണ് ഈ ഒരു പുതിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ AI മന്ത്രിയായിട്ട് നിയമിതനായിരിക്കുകയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, പ്രിയദർശിനി. എന്താണ്? പ്രിയദർശിനി എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പദ്ധതി പ്രിയദർശിനി എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാമെന്നാണ് നമ്മുടെ സർക്കാരിന്റെ, അതായത് കേരള സർക്കാരിന്റെ ഓർഡിനറി ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പ്രിയദർശിനി എന്നുള്ളത്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പദ്ധതി ലഭ്യമാവുന്നത് സ്ത്രീകൾക്കാണ്. അതേപോലെ പുതിയതായിട്ട് ഒരു വായ്പാ പദ്ധതിയും പ്രിയദർശിനി എന്ന പേരിൽ നടപ്പിലാക്കുകയാണ്. അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതും എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ
സ്ത്രീകൾക്കായി സർക്കാർ ആരംഭിക്കുന്ന പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയാണെന്നാണ് പ്രിയദർശിനി. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊരു പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൂക്ഷ്മ ചെറുകിട സംരംഭ പദ്ധതികൾക്കാണ് ഈ ഒരു വായ്പാ പദ്ധതി ലഭ്യമാവുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ഒരു സ്ത്രീ വിഭാഗങ്ങൾക്കാണ് ലഭ്യമാകുന്നത് എന്നാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത് ലഭ്യമാവുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പദ്ധതിയുടെ പേരെന്താണ്? പ്രിയദർശിനി എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നമ്മുടെ പുതിയ കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 ജൂലൈയിൽ നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതായിരിക്കും. പ്രിയദർശിനി എന്നുള്ള പദ്ധതി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഒരു പദ്ധതി ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സീനിയർ സെക്യൂർ എന്നാണ്. സീനിയർ സെക്യൂർ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ അതെന്താണ്? സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം ഈ ഒരു പദ്ധതികളുടെയൊക്കെ ഈ ഒരു പദ്ധതി പ്രഖ്യാപനമൊക്കെ നടക്കുന്നത് 2026 ജൂലൈയിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പ്രിയദർശിനി എന്നുള്ള പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. KA തുളസിയാണ്. ആരാണ്? KA തുളസിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച പദ്ധതി ഏതാണ്? പ്രിയദർശിനി എന്നുള്ള പദ്ധതിയാണ്. ഉടൻ തന്നെ ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പാലാ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിലൂടെ പുറത്താക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദിയ ബിനു പുളിക്കക്കണ്ടം. ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ ആണ്. നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്തിടെ പ്രതിപക്ഷം അവിടെ നഗരസഭയിൽ കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിലൂടെ ആ ഒരു പ്രമേയം പാസ്സായതിലൂടെ ഈ ഒരു ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആർക്കാണ്? ദിയ ബിനുവിന്. അപ്പോൾ ഏത് നഗരസഭയിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിരുന്നു ദിയ ബിനു. 21ാം വയസ്സിൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ദിയ ബിനു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്നുള്ള ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം അടുത്തിടെ നമ്മുടെ PSCയുടെ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ റെയർ ആയിട്ട് കണ്ടുവന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു ദിയ ബിനു. അപ്പോൾ ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പാലാ നഗരസഭ. അപ്പോൾ ഏത് ജില്ലയിലാണ് പാലാ നഗരസഭ? അത് കോട്ടയം ജില്ലയാണ്. ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 10th പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ള PQ ബുക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് 3000 ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് കിട്ടുന്നത്. അപ്പോൾ VYQ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പരീക്ഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമ്മുടെ ഓരോ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി അതിന്റെ ആൻസർ തപ്പി അങ്ങനെ ഓരോന്നിനും സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ഒറ്റ ബുക്കിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ 30 സെറ്റുകളും അതിന്റെ എക്സ്പ്ലനേഷനും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു PYQ ബുക്ക് എന്ന് പറയുന്നത്. 2024 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്കിലൂടെ കിട്ടുന്നതാണ്. ഇനി ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ഇനി 10th ലെവൽ എക്സാമുകൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മറ്റൊരു പദ്ധതിയാണ് കേട്ടോ. തൂഫാൻ കെയർ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ തൂഫാൻ എന്നുള്ള പദ്ധതി എന്താണെന്നുള്ളത് നമുക്കറിയാം. നാർക്കോ ഹണ്ട് ആണ്. അതായത് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഉള്ള ഒരു പദ്ധതിയാണ് വന്നിരിക്കുന്നത്. തൂഫാൻ കെയർ എന്നാണ് പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? ലഹരിക്ക് അടിമകളായവരെ കണ്ടെത്തി ശാസ്ത്രീയമായ ചികിത്സയിലൂടെയും അതേപോലെ പുനരധിവാസത്തിലൂടെയും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന്
അതിനായിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താണ് തൂഫാൻ കെയർ എന്നുള്ള പദ്ധതി. അപ്പോൾ നമുക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് തൂഫാൻ എന്നുള്ള പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൂടെ തന്നെ എന്താണ് നമുക്ക് കുറേ പേരെ നമ്മൾ കാണുന്നതാണ്, ഓരോ ന്യൂസിൽ നമ്മൾ കാണുന്നതാണ്, കുറേ പേര് അതിലൂടെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലെ ലഹരിക്ക് അടിമകളാകുന്നവരെ കണ്ടെത്തിയിട്ട് ശാസ്ത്രീയമായി തന്നെ അവർക്ക് ചികിത്സകൾ നൽകി ഇനി അതേപോലെ അവരെ പഴയ ജീവിതത്തിലേക്ക്, അവരുടെ നല്ല ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് തൂഫാൻ കെയർ എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ തൂഫാൻ കെയർ അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇതേപോലെ ഡി അഡിക്ഷൻ സെന്ററുകളും മറ്റ് സെന്ററുകളും ഒക്കെ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ സജ്ജമാക്കുന്നതാണ്. പദ്ധതിയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക, തൂഫാൻ കെയർ എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്, സമർഢങ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. എന്താണ് സമർഢങ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ് ഈ ഒരു തുരങ്കം എന്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ അടുത്തിടെ ഇവിടെ എന്താണ് ഒരു സ്ഫോടനം സംഭവിക്കുകയുണ്ടായി. ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് അവിടെ എന്താണ് ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. നിരവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഓർത്ത് വെക്കുക, തീസ്റ്റ സ്റ്റേജ് 6 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതിന്റെ ഈ ഒരു പ്രദേശത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടായിരുന്ന മീഥെയിൻ വാതകം, അപ്പോൾ അവിടെ സ്ഫോടനം സംഭവിച്ചുകൊണ്ടാണ്, ആ ഒരു മീഥെയിൻ വാതകത്തിൽ എന്താണ് സ്ഫോടനം സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ 20ഓളം ആളുകളാണ് ഇതുവരെ എന്താണ് മരണപ്പെട്ടിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. എവിടെയാണ് ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിലെവിടെയാണ്? സമർഢങ് തുരങ്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പഠിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു സ്ഫോടനം സംഭവിക്കുകയും നിരവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ തീസ്റ്റ സ്റ്റേജ് 6ന്റെ അതായത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇവിടെ എന്താണ് കുറെ പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന മീഥെയിൻ വാതകത്തിന് എന്താണ് സ്ഫോടനം സംഭവിച്ചതിലൂടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ നിർമ്മാണ ചുമതല ആർക്കായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു സ്ഫോടനം സംഭവിച്ചതും എവിടെയാണ്? സിക്കിമിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിക്കിമിന്റെ നിലവിലത്തെ മുഖ്യമന്ത്രി ആരാണ്? അത് പ്രേം സിംഗ് തമാങ് ആണ്. ആരാണ്? പ്രേം സിംഗ് തമാങ് ആണ് നിലവിലെ സിക്കിമിന്റെ മുഖ്യമന്ത്രി. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്, ഗാസക്കുള്ളിൽ മൈലുകൾ നീളമുള്ള മണൽ ഭിത്തി നിർമ്മിക്കുന്ന രാജ്യം ഏതെന്നാണ്. എന്താണ്? ഗാസയിൽ എന്താണ് മൈലുകൾ, കുറെ അധികം മൈലുകൾ നീളമുള്ള മണൽ ഭിത്തി നിർമ്മിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്രായേലാണ് കേട്ടോ. ഇസ്രായേലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ പിൻവാങ്ങിയിട്ടുള്ള അതിർത്തി പ്രദേശമായിട്ടുള്ള യെല്ലോ ലൈൻ അല്ലെങ്കിൽ മഞ്ഞരേഖ എന്നുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു മണൽ ഭിത്തി നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മണൽ ഭിത്തി ഇസ്രായേൽ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നത് ഒരു ഉപഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വ്യൂവിലൂടെയാണ്, ഒരു ഉപഗ്രഹ വ്യൂവിലൂടെയാണ്, വീക്ഷണത്തിലൂടെയാണ് ഈ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ്? ഗാസയിലാണ് മൈലുകൾ നീളമുള്ള ഈ ഒരു മണൽ ഭിത്തി നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. അടുത്ത നമുക്ക് നോക്കേണ്ട പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2026 FIH ലോകകപ്പിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹർമൻപ്രീത് സിംഗ് ആണ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ് ആണ് ഈ ഒരു മത്സരത്തിൽ എന്താണ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 FIH ലോകകപ്പ് അതായത് ഹോക്കി ലോകകപ്പ് നടക്കുന്നത് എവിടെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബെൽജിയത്തിലും അതേപോലെ നെതർലാൻഡ്സിലും വെച്ചാണ്. എവിടെയാണ്? ബെൽജിയവും അതേപോലെ നെതർലാൻഡുമാണ് ഈ ഒരു മത്സരത്തിന് വേദിയാവുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? ഹർമൻപ്രീത് സിംഗ് ആണ്. ഉടൻ തന്നെ എന്താണ് വളരെ കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ ഇനി ഒരു മത്സരം ആരംഭിക്കാൻ വേണ്ടി. അപ്പോൾ മത്സരത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹർമൻപ്രീത് സിംഗ് ആണ്. PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നാണ്, നമുക്ക് കുറേ അധികം അവസരങ്ങൾ തരുന്ന ഒരു എക്സാമാണ് CPO അല്ലെങ്കിൽ WCPO എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2026 CPO WCPO എക്സാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള
അതിൻ്റെ ആദ്യത്തെ ലിസ്റ്റൊക്കെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് 2027 CPO എക്സാം ആണ്. ഈ ഒരു എക്സാമിൽ, അതായത് CPO എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക്. ഈ ഒരു 20 മാർക്ക് കരസ്ഥമാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി ബാക്കി എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ടും മുൻവർഷ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ബുക്കാണ് ടാലന്റിന്റെ CPO ബുക്ക്. അപ്പോൾ വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള ഒരു ബുക്കാണ്. എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഓരോ നിയമവശങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ നിയമങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് കിടക്കുന്നത് അത് വായിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. മലയാള ഭാഷയിൽ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. അത്രയും ചെറിയ ബുക്കാണിത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ഇനി നമ്മുടെ മുന്നിലുള്ള ഈ ഒരു CPO എക്സാം ഇനി നമുക്ക് ഈ ഒരു വർഷത്തോളം സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കണം. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. 2027 CPO എക്സാം നമുക്ക് സ്വന്തമാക്കേണ്ടതാണ്. ഇനി നമ്മുടെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായതാരാണ്? KM ചന്ദ്രശേഖർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. പുതിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയായി നിയമിതരായ ഇന്ത്യൻ വംശജൻ ആരെന്ന് നോക്കി കനിഷ്ക നാരായൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു UK ആദ്യത്തെ AI മന്ത്രി കൂടിയാണ് ആരാണ്? കനിഷ്ക എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയാണ്. അപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി സർക്കാർ ആരംഭിക്കുന്ന പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയാണ് പ്രിയദർശിനി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ റിട്ടയർഡ് ആയവർക്ക്, അതായത് സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സീനിയർ സെക്യൂർ എന്ന് പറയുന്ന പദ്ധതിയും ആരംഭിക്കുന്നുണ്ട്. അതും പ്രഖ്യാപിക്കുന്നതാണ്. 2026 ജൂലൈയിൽ തന്നെ ഇതിന്റെ ഈ ഒരു പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനം നടക്കുന്നതാണ്. ശേഷം നമ്മൾ നോക്കിയത് പാലാ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിലൂടെ പുറത്താക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ആരെന്നാണ്? ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ അടുത്തിടെ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാലാ നഗരസഭ ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ലഹരിക്ക് അടിമകളായവരെ കണ്ടെത്തി ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെ പുനരധിവാസത്തിലൂടെയും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ്? തൂഫാൻ കെയർ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി, നാർക്കോ ഹണ്ട്, ആ പദ്ധതി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു ലഹരിക്കടിമകളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് തൂഫാൻ കെയർ എന്നുള്ള പദ്ധതി ആരംഭിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് സമർട്ടങ് തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? സിക്കിമിലാണ് ഈ ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ടീസ്റ്റ സ്റ്റേജ് 6 എന്ന് പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ മീഥെയിൻ വാതകത്തിൽ സ്ഫോടനം സംഭവിച്ചുകൊണ്ട് അവിടെ ഒരു ദുരന്തം സംഭവിച്ചു. 20ഓളം ആളുകൾക്ക് ഇതിലൂടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ദുരന്തം നടന്നതും അതേപോലെ ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഗാസയിൽ മൈലുകൾ നീളമുള്ള മണൽ ഭിത്തി നിർമ്മിക്കുന്ന രാജ്യം ഏതെന്നാണ്? ഇസ്രായേലാണ് ഇത്തരത്തിൽ മണൽ ഭിത്തി നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശം നിർണ്ണയിക്കുകയുണ്ടായി. അതെന്താണ്? യെല്ലോ ലൈൻ അല്ലെങ്കിൽ മഞ്ഞരേഖ എന്നറിയപ്പെടും. അപ്പോൾ ഈ ഒരു പ്രദേശത്തായിട്ടാണ് ഈ ഒരു മണൽ ഭിത്തി നിർമ്മിക്കുന്നത്. ഇതൊരു സാറ്റലൈറ്റ് വ്യൂവിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പുറം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം നമ്മൾ നോക്കിയത് 2026 FIH ലോകകപ്പിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരെന്നാണ്? ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിനെ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നയിക്കുന്നത്. ഇനി ഒരു മത്സരം നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? ബെൽജിയമിലും അതേപോലെ നെതർലാൻഡ്സിലും വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 ജൂലൈയിൽ ഉക്രൈനിൽ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം.
ഓപ്ഷൻ എ വ്ളോഡിമർ സെലൻസ്കി, ഓപ്ഷൻ ബി സെർഹി കൊറൻസ്കി, ഓപ്ഷൻ സി ഡെന്നിസ് സിംഹാൾ, ഓപ്ഷൻ ഡി പെട്രോ പോറോഷെങ്കോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 2026 ജൂലൈയിൽ ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉദയ് രുദ്രരാജു, ഓപ്ഷൻ ബി സാം ആൾട്ട്മാൻ, ഓപ്ഷൻ സി ഗ്രെഗ് ബ്രോക്ക്മാൻ, ഓപ്ഷൻ ഡി മീര മൂർത്തി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ജൂലൈയിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആരാണ്? ആൻഡി ബേൺഹം ആണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ജൂലൈയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? ഹർജിത് സിംഗ് ഗ്രഹ്വാൾ ആണെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.